നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിലെപ്പോഴും വരുന്ന ഒരു ആക്ടിവിറ്റിയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് രണ്ടിൽ കൂടുതലോ പാരഗ്രാഫ്സ് തരും. ആ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അത് ആൻസർ ചെയ്യണം. സോ ഇത് ബേസിക്കലി വായിച്ച് മനസ്സിലാക്കലാണ് ഈ ആക്ടിവിറ്റി. നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? Critical thinking is a vital skill that every individual should cultivate, especially in today's fast paced and complex world. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. വൈറ്റൽ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. വൈറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അഥവാ പ്രധാനപ്പെട്ട. ദാറ്റ് എവ്രി വൺ ഷുഡ് ലേൺ. എവ്രി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും പഠിച്ചിരിക്കേണ്ട ഒരു സ്കില്ലാണ്. എസ്പെഷ്യലി ഇൻ ടുഡേയ്സ് ബിസി ആൻഡ് കോംപ്ലിക്കേറ്റഡ് വേൾഡ്. ഫാസ്റ്റ് പേസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസി ആയിട്ടുള്ള, എന്നുവെച്ചാൽ സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ്, വിച്ച് മീൻസ് സിമ്പിൾ അല്ലാത്ത എന്തിനേയും നമുക്ക് കോംപ്ലക്സ് എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ലോകത്ത് കോംപ്ലക്സ് ആണ് ആൻഡ് സ്പീഡിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഈ ലോകത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഇതാണ് ആദ്യത്തെ സെൻറ്റൻസ്. It is the ability to analyze, evaluate, and interpret information effectively, enabling individuals to make reasoned judgments and decisions. രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ഇറ്റ് എന്നവിടെ ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്. പിന്നെയും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ ഇറ്റ് യൂസ് ചെയ്ത് സെൻറ്റൻസ് തുടങ്ങിയേക്കുന്നത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫോർമേഷൻ, നമുക്കൊരു കാര്യം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനെ കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യുക, കെയർഫുള്ളായിട്ട് അത് പഠിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ആൻഡ് സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ ചുറ്റിനും പല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അതിൽ സത്യം ഉണ്ടാവും, അതിൽ കള്ളം ഉണ്ടാവും. അപ്പം ഇന്നത്തെ കാലത്ത് സത്യവും കള്ളവും തിരിച്ചറിയാൻ ഭയങ്കര പാടാണ് അല്ലേ? ഫേക്ക് ന്യൂസും കാര്യങ്ങളെല്ലാം വാട്സാപ്പിലൂടെ പ്രചരിക്കും. അപ്പം ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണം. ഒരു കാര്യത്തിനെ കെയർഫുള്ളായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം, അതേപോലെ അത് നല്ലപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ആൻഡ് സ്മാർട്ട് ഡിസിഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ മുന്നോട്ട് കൈകാര്യം ചെയ്യാം. ഇൻ ദ അക്കാഡമിക് റെലം, critical thinking is highly valued as it enhances learning, promotes intellectual growth, and prepares students for future challenges. അക്കാഡമിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഠനം. അപ്പം നമ്മുടെ പഠന സമയത്ത് അത് സ്കൂളായിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ, ക്രിട്ടിക്കൽ തിങ്കിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈലി വാല്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് ഉദ്ദേശിക്കാനാണ്. ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് സ്റ്റുഡൻസ് ലേൺ ബെറ്റർ. കുട്ടികൾക്ക് നല്ലപോലെ പഠിക്കാനും ബെറ്ററായിട്ട് പഠിക്കാനും, അതേപോലെ അവരുടെ പേഴ്സണൽ ഗ്രോത്തിനും, ഇൻ്റലക്ച്വൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള വളർച്ച, ആൻഡ് ഓൾസോ ഗെറ്റ് റെഡി ഫോർ ഫ്യൂച്ചർ പ്രോബ്ലംസ്. നമ്മൾ ഫ്യൂച്ചറിൽ നേരിടാൻ പോകുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ നേരിടാനും ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു കുട്ടീനെ സഹായിക്കും എന്നാണ് പറയുന്നത്. വൺ ഓഫ് ദ കീ ആസ്പെക്ട്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് is the ability to assess the credibility and reliability of information. വൺ ഓഫ് ദ കീ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ചെക്കിങ് ഇഫ് ദ ഇൻഫർമേഷൻ ഇസ് ട്രൂ ഓർ ട്രസ്റ്റ് വർത്തി. നമ്മുടെ കയ്യിലൊരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് സത്യമാണോ എന്ന് അസസ് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഓക്കെ, ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട് ആൻഡ് എത്രത്തോളം റിലൈ ചെയ്യാൻ പറ്റും, നമുക്ക് എത്രത്തോളം അതിനെ ആശ്രയിക്കാൻ പറ്റും. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം നമുക്ക് അതിനെ ആശ്രയിക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ചുറ്റിനും നല്ല ഇൻഫർമേഷനും ഉണ്ട്, വിച്ച് മീൻസ് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കും, അതിൻ്റെ ഇടയിൽ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷനും നമ്മൾ കേൾക്കും. ഈ ട്രൂവും ഫോൾസും തമ്മിൽ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വേണം ഒരാൾക്ക്, ഈ ഒരു സ്കില്ല് വേണം, നമ്മുടെ ലോജിക്കും റീസണും ഒക്കെ ഉപയോഗിച്ചിട്ട്. With the abundance of information available online, distinguishing between fact and fiction has become increasingly challenging. അപ്പോൾ നമ്മുടെ ഓൺലൈനത്തെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഒരുപാട് ഫാക്റ്റും ഫിക്ഷനും. ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ അല്ലാത്ത കാര്യങ്ങൾ, അതാണ് അതിൻ്റെ കറക്റ്റ് മലയാളം. റിയൽ അല്ലാത്ത കാര്യങ്ങളും ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളും. ഇത് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ ഭയങ്കര പാടാണ്. അതൊരു വലിയ ചലഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചലഞ്ചാണ്, ഇനി അങ്ങോട്ട് പോകവേ കൂടുതൽ ചലഞ്ചിങ് ആവാത്തതേ ഉള്ളൂ. കാരണം ഏതാണ് ട്രൂ ഏതാണ് ഫോൾസ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല.
Students need to develop the skills to discern biased sources, recognize logical fallacies, and verify the accuracy of information before accepting it as truth. കുട്ടികളപ്പോൾ എന്താ ചെയ്യേണ്ടത്? അൺഫെയർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ നീതിപരമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടുള്ള സോഴ്സസ്, ബയസ്ഡ് ആയിട്ടുള്ള സോഴ്സസ്. ഇപ്പം നമുക്കൊരു ഇൻഫർമേഷൻ വരുമ്പം നമ്മൾ എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ പറയത്തില്ല നമ്മൾ രണ്ട് വശവും കേൾക്കണം, ഒരാളുടെ വശം മാത്രം കേൾക്കരുതെന്ന്. അപ്പോൾ അതാ പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലൊരു സോഴ്സ് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുതന്നെയാണ് ബയസ്ഡ് എന്ന് പറയുന്നത്. ഒരാളിലേക്ക് മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് മറ്റേ സൈഡ് കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ. സോ ഇത് നമ്മൾ തിരിച്ചറിയണം, സ്പോട്ട് ചെയ്യണം ആൻഡ് ഫൈൻഡ് റോങ് ഐഡിയാസ്. എന്നുവെച്ചാൽ ലോജിക്കൽ ഫാലസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് വി ഹാവ് ടു ചെക്ക് ഇഫ് ദ ഇൻഫർമേഷൻ ഇസ് കറക്റ്റ് ബിഫോർ ബിലീവിങ് ഇറ്റ്. അത് വിശ്വസിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നമ്മളൊരു ചെക്കിങ് നടത്തണം. ഈ കേട്ട വാർത്തയെല്ലാം സത്യമാണോ അല്ലയോ എന്നുള്ളത്. അത് നിങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം? ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവണം. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഏതൊരു കാര്യത്തും അത് ഇന്നത്തെ ഈ ലോകത്ത്, കോംപ്ലക്സ് ആയിട്ടുള്ള ലോകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പം മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ പുറത്തോട്ടിറങ്ങണം. നിങ്ങൾക്ക് പനി വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ റെയിൻ കോട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും കാറിലോ ഓട്ടോയിലോ ട്രാവൽ ചെയ്യണം. അല്ലെങ്കിൽ ഒരു കുട എടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം. ഇതെല്ലാം നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്, അല്ലേ? ആണ്. നമ്മൾ ലോജിക്കും റീസണും എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ് അവിടെ. ഓക്കെ, ഞാൻ കുട കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴ നനയണ്ട, സോ എനിക്ക് പനി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് എടുക്കുന്ന ഡിസിഷൻസ് ആണ്. നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്നുണ്ട് പല പല കാര്യങ്ങൾ. ഇനി നമുക്കിതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് തന്നെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അനലൈസ്, ഇവാലുവേറ്റ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഇൻഫർമേഷൻ ഇഫക്റ്റീവ്ലി, ഇനേബിളിംഗ് ഇൻഡിവിജ്വൽസ് ടു മേക്ക് റീസെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ഡെസിഷൻസ്. ആ പാരഗ്രാഫിലെ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് നിങ്ങളുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ക്രിട്ടിക്കൽ തിങ്കിങ് ബെനിഫിറ്റ് സ്റ്റുഡൻസ് ഇൻ ദ അക്കാഡമിക് റെലം? എന്ന് വെച്ചാൽ അക്കാഡമിക്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ഒരു പഠനകാലത്ത് എങ്ങനെയാണ് കുട്ടികളെ സഹായിക്കുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പഠന സമയത്ത് മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. എൻഹാൻസസ് ലേണിംഗ്, പ്രൊമോട്ട്സ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത് ആൻഡ് പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ഫ്യൂച്ചർ ചലഞ്ചസ്. 14 വാട്ട് ഈസ് വൺ ഓഫ് ദ കീ ആസ്പെക്ട്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന്. അതും നിങ്ങളുടെ അടുത്ത 4ാമത്തെ സെൻറ്റൻസ് തന്നെ അങ്ങനെയാണ്. വൺ ഓഫ് ദ കീ ആസ്പെക്ട്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ് ദ എബിലിറ്റി ടു അസസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ, അല്ലേ? അത് നിങ്ങളുടെ 4ാമത്തെ സെൻറ്റൻസ് ആണ് ഉത്തരം. നിങ്ങൾ ഈ ക്വസ്റ്റ്യനകത്തുള്ള വേർഡ് നോക്കിയാൽ മതി. അത് തപ്പുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം എൻ്റെ ആൻസർ കിട്ടും. ഏതെങ്കിലും ഒരു കീവേഡ് നോക്കുക പാരഗ്രാഫിനകത്ത്. അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒരു ഓർഡറിലാണ് പോയേക്കുന്നത്. എന്ന് വെച്ചാൽ മിക്സ് ചെയ്തൊന്നുമല്ല കിടക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യത്തെ സെൻറ്റൻസസിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്നുകിൽ 1ാമത്തെയോ 2ാമത്തെയോ 3ാമത്തെയോ സെൻറ്റൻസ് ആയിട്ട് വരും. രണ്ടാമത്തേൻ്റെ ആൻസർ അതിന് ശേഷമാണ് വരുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചതിന് താഴോട്ടേ വരത്തുള്ളൂ. മൂന്നാമത്തേൻ്റെതും അതിന് താഴെ വരുള്ളൂ. നാലാമത്തതും അതിന് താഴെ വരുള്ളൂ. എന്നുവെച്ചാൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ തപ്പേണ്ടി വരത്തില്ല. താഴെ 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 ആ ഓർഡറിൽ തന്നെയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഇത് ഇതേ രീതിയിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇങ്ങനെയാണ് കാണാറ്. ഇനി ലാസ്റ്റത്തത് ഭയങ്കര എളുപ്പമാണ്. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദിസ് പാസേജ്. ഇതാണ് നിങ്ങളുടെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ പറയുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് പറയാം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻ ടുഡേയ്സ് വേൾഡ് എന്നോ. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു തലക്കെട്ട് കൊടുക്കുക. ഒന്നും വേണ്ട. ടൈറ്റിൽ ഇനി നിങ്ങൾക്ക് കൊടുക്കാൻ തീരെ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ തുടക്കം എടുക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് 2 കുത്തിടുക. അതിനെ കോളൻ എന്നാണ് നമ്മൾ പറയുന്നത്. എ വൈറ്റൽ സ്കിൽ ഇങ്ങനെ കൊടുത്ത ടൈറ്റിലാണ്. അല്ലെങ്കിൽ ആൻ ഇമ്പോർട്ടൻറ്റ് സ്കിൽ. ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് അങ്ങ് ടൈറ്റിലായിട്ട് കൊടുത്താൽ മതി, തലക്കെട്ടായിട്ട് കൊടുത്താൽ മതി. ക്രിട്ടിക്കൽ സ്കിൽ അല്ല, ക്രിട്ടിക്കൽ തിങ്കിങ് കോളൻ കൊടുക്കുക, വിച്ച് മീൻസ് 2 ഡോട്ട് കൊടുക്കുക. എ വൈറ്റൽ സ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് എടുത്ത ടൈറ്റിലാണിത്. പല പല ടൈറ്റിൽസ് കൊടുക്കുക കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം സാമ്പിൾ ചെയ്തെന്നേ ഉള്ളൂ. ഇതേപോലത്തെ പാരഗ്രാഫ് നമുക്ക് ഇനിയും ചെയ്യാം. ചെയ്ത് നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ അങ്ങ് തറവാകും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത റീഡിംഗ് കോംപ്രിഹെൻഷനായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടിൽ ദെൻ ബൈ.